Next question. Heat is generated in a 0.1 ohm resistor at the rate of 10 watt. Another power. By connecting it to a battery of EMF 1.5 volts. What is the internal resistance of the battery? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് R ഈക്വൽസ് 0.1 ഓം, പവർ തന്നിട്ടുണ്ട് P ഈസ് 10 വാട്ട്, EMF തന്നിട്ടുണ്ട് 1.5 വോൾട്ട്. നമുക്കറിയാമല്ലോ, വി നോ ദാറ്റ് P ഈക്വൽസ് I square R, from which I ഈക്വൽസ് square root of P by R. That is square root of 10 by 0.1 or 10 ampere എന്ന് വരും. എങ്കിൽ എക്സ്റ്റേണൽ പി ഡി, എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ്, ടെർമിനൽ പി ഡി ഓർ എക്സ്റ്റേണലി അവൈലബിൾ ഇ എം എഫ് എന്ത് വേണേൽ പറയാം. ഞാൻ നേരത്തെ ഇതൊക്കെ എടുത്തിട്ടുള്ള വി ഈക്വൽസ് ഐ ആർ. ദറ്റ് ഈസ് 10 ഇൻറ്റു 10 എന്ന് കിട്ടിയല്ല ഐ ഇൻറ്റു ആർ ഈസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈസ് 0.1, ദറ്റ് ഈസ് 1 വോൾട്ട്. എങ്കിൽ internal potential difference or lost volt equals EMF minus external PD, that is 1.5 minus 1. ഈ ലോസ്റ്റ് വോൾട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് I ഇൻറ്റു സ്മോൾ ആർ. I ഇൻറ്റു സ്മോൾ ആർ ഈക്വൽസ് 1.5 minus 1, that is 0.5. From which internal resistance of this battery is small r equals 0.5 by I, that is 0.5 by 10 or 0.05 ohm എന്ന് വരും. Problem. A beam of 16 MeV, million electron volt deuterons, strikes a copper block. This is equivalent to a current of 16 microampere. What is the power delivered to the copper block? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുത്താൻ വേണ്ടി ഞാൻ സ്ലോ ആയിട്ട് വായിക്കുന്നുണ്ട്. എഴുതിയെടുത്താൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടൂ. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇത് സ്റ്റെപ്സ് പിന്നെ എഴുതി ചെയ്യാമല്ലോ. ഇവിടെ ഇപ്പോൾ എനർജി ഓഫ് ദി ഡ്യൂട്രോൺ ബീം തന്നിട്ടുണ്ട് 16 MeV. മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶. അപ്പം 16 MeV എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 10⁻⁶ ഇലക്ട്രോൺ വോൾട്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് വാല്യൂ ജൂളിൽ അങ്ങ് പറഞ്ഞാൽ മതി. 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ 16 MeV എന്ന് പറയുന്നതിനെ ജൂളാക്കുമ്പോൾ 16 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 അത്രയും ജൂളെന്ന് വരും. ഇനി ദിസ് ഈസ് ഈക്വലൻ്റ് ടു എ കറണ്ട് ഓഫ് 16 മൈക്രോ ആംപിയർ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് I ഈക്വൽസ് 16 മൈക്രോ ആംപിയർ. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6. 16 ഇൻറ്റു 10⁻⁻6 ആംപിയർ. ഇനി നമ്മൾ നേരത്തെ കണ്ടിട്ട് ഒരു സെക്കൻഡിൽ കറങ്ങുകയോ എത്ര പ്രാവശ്യം കറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ചെന്ന് ഇടിക്കുന്നത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. കറണ്ട് സ്ട്രെങ്ത് F ഇൻറ്റു E. ഫ്രീക്വൻസി FQ. ഡ്യൂട്രോൺ ആവാൻ ചാർജ് ഇലക്ട്രോണിൻ്റെ അല്ലെ പ്രോട്ടോണിൻ്റെ ചാർജ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ I ഇക്വലൻ്റ് I എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു E. ഇത് പെർ സെക്കൻഡാണ് എഫ്. അപ്പോൾ ഇവിടെ നിന്ന് എഫ് കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി ഓരോ സെക്കൻഡിൽ എത്ര ഡ്യൂട്രോൺസ് എന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു കോപ്പർ ബ്ലോക്ക് ചെയ്താൽ കണ്ടുപിടിക്കാം. I/E, that is 16 ഇൻറ്റു 10⁻⁻6 by 1.6 ഇൻറ്റു 10⁻⁻19, that is 10⁻14. എങ്കിൽ what is the power? പവർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ചിലവാകുന്ന എനർജിയാണ്. ഒരു സെക്കൻഡ് എഫ് ഡ്യൂട്രോൺസ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ പവർ കാണുന്നത് എങ്ങനെ? പെർ സെക്കൻഡ് ഒരു ഡ്യൂട്രോണിൻ്റെ എണ്ണം
എനർജി തന്നിട്ടുണ്ട് എങ്കിൽ എഫ് ന്യൂട്രോൺസ് അതല്ലേ ഫ്രീക്വൻസിൻ്റെ എനർജി എത്ര, അതൊരു സെക്കൻഡിലെ എഫ്, അതാ പവർ. ചുരുക്കത്തിൽ പവർ ഈക്വൽസ് എഫ് ഇൻറ്റു എനർജി പെർ ന്യൂട്രോൺ. ദിസ് ഈസ് 10⁻14 ഇൻറ്റു 16 ഇൻറ്റു 10⁻6 ഇൻറ്റു 1.6. ഇത് മുമ്പേ എടുത്തിട്ടുള്ള വാല്യൂ ആണ്. ഫൈനൽ ആൻസർ 5256 വാട്ട് എന്ന് വരും. Two light bulbs, one of resistance capital R1 and the other of resistance capital R2. R2 is less than R1. R2 is greater than R1. Are connected A in parallel and B in series. Which bulb is brighter? ഞാൻ ഒന്നുകൂടെ വായിക്കാം. Two light bulbs, one of resistance R1 and the other of resistance R2. R2 is less than R1. R2 is greater than R1. Are connected A in parallel and B in series. Question: which bulb is brighter? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഈ രണ്ട് ലാമ്പുകൾ L1 L2 പാരലിട്ടിരിക്കുക. L1ൻ്റെ റെസിസ്റ്റൻസ് R1, L2ൻ്റെ R2. പാരലായതുകൊണ്ട് അപ്ലൈഡ് വോൾട്ടേജ് രണ്ടിനും സെയിമാണ്. ഇപ്പോൾ P1 ഇതിൻ്റെ പവർ, P1 എന്ന് പറഞ്ഞാൽ V²/R. സോ V²/R1. രണ്ടാമത്തേൻ്റെ പവർ P2 ഈക്വൽസ് V²/R2. പവറിന് V²/R എന്ന് ഫോർമുലയുണ്ട്, I²R എന്ന് പറയാം, V × I എന്ന് പറയാം. സോ ഇതിൽ R2 ഗ്രേറ്റർ ദാൻ R1. R2 ഈസ് ഗ്രേറ്റർ ദാൻ R1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R2 ഗ്രേറ്റർ ആണെങ്കിൽ P2 ചെറുതായിരിക്കും. സോ P2 വിൽ ബി ലെസ് ദാൻ P1. അപ്പോൾ കൂടുതൽ പവർ വലിച്ചെടുക്കുന്നത് P1 L1 ആണ്. L1ലാണല്ലോ പവർ കൂടുതൽ. P2 ഈസ് ഗ്രേറ്റർ ദാൻ P1. ദാറ്റ് മീൻസ് L1 ബേൺസ് മോർ ബ്രൈറ്റ്ലി. അപ്പോൾ ഈ രണ്ട് ബൾബും പാരലിട്ടാൽ റെസിസ്റ്റൻസ് കുറഞ്ഞ ബൾബാണ് കൂടുതൽ ബ്രൈറ്ററായിട്ട് കത്തുന്നത്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു പോസ്റ്റിങ്ങിൽ, പവറും ഇലക്ട്രിക്കൽ പവറെന്നും പറഞ്ഞു. ഇനി ഇത് സീരീസിൽ കണക്ട് ചെയ്യും. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ടിലും കൂടെയുള്ള കറണ്ട് സെയിമാണ്. അപ്പോൾ അവിടെ I²R എന്നുള്ള ഫോർമുല അങ്ങ് എടുത്താൽ മതി. അപ്പോൾ സീരീസിലാകുമ്പോൾ P1 ഈക്വൽസ് രണ്ടിലും കറണ്ട് സെയിമാണ്, I²R1². P2 ഈസ് I²R2. തീർച്ചയായിട്ടും R2 അല്ലേ വലുത്. അപ്പോൾ P2 ഈസ് ഗ്രേറ്റർ ദാൻ P1. P2 വലുത്. റെസിസ്റ്റൻസ് കൂടിയ ബൾബാണ് കൂടുതൽ പവർ വലിച്ചെടുക്കുന്നത്. സോ L2 വിൽ ബേൺ ബ്രൈറ്റർ. ഇത് ഞാൻ ആ പോസ്റ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ സീരീസിലാണ് റെസിസ്റ്റൻസ് കൂടിയ ലാമ്പ് ബ്രൈറ്ററായിട്ട് കത്തും. പാരലിലാണെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞ ബൾബ് ബ്രൈറ്ററായിട്ട് കത്തും. ഇതറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റാണ്.